സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ പീച്ചിയിൽ 60കാരനെ കാട്ടാന കുത്തിക്കൊന്നു. താമര വെള്ളച്ചാൽ ആദിവാസി മേഖലയിലെ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനത്തിനുള്ളിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ആദിവാസിക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ടാകും. അവർ നൽകുന്ന വിവരം എന്താണ്? സൈഫുദ്ദീൻ, നിലവിൽ ഇവർ ഈ മൃതദേഹം എടുക്കുന്നതിനായിട്ട് വനത്തിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ പീച്ചി ഡാമിന് സമീപത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുവരും. വനത്തിനുള്ളിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അവിടെ അത് ബോട്ട് മാർഗമാണ്, അതായത് ഡാമിനുള്ളിലൂടെ ബോട്ട് മാർഗമാണ് മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നത്. അതിനായിട്ടുള്ള സംഘം അവിടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 7 മണിയോടുകൂടി തന്നെ പ്രഭാകരനും മകൻ പ്രക്ഷോഭും അതുപോലെ തന്നെ മരുമകൻ ലിജോ, ഇവർ 3 പേരും ചേർന്ന് ഈ വനത്തിനുള്ളിലേക്ക് ഈ ചീനിക്ക പെറുക്കുന്നതിനായി പോയി. ഇവരൊരു വനവിഭവം ശേഖരിച്ച് അത്തരത്തിൽ ജോലികളിലും മറ്റ് ജോലികളൊന്നും ലഭിക്കാത്ത ദിവസങ്ങളിൽ ഇവർ ഇത് പെറുക്കിയാണ് വിറ്റ് ജീവിക്കുന്നത്. കാരണം ഇതിനൊരു കിലോന് 70 രൂപയൊക്കെ വിലയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് വനത്തിനുള്ളിൽ നിന്ന് സുലഭമായി ലഭിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഉൾവനത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. ഈ ചീനിക്ക പെറുക്കുന്നതിനായിട്ട് ഇവർ വനത്തിനുള്ളിലേക്ക് പോയി. ആ സമയത്ത് ഈ മകൻ പ്രക്ഷോഭാണ് ഓടി വന്ന് ബന്ധുക്കളോടും മറ്റുള്ളവരോടും പറയുന്നത് തങ്ങളെ കാട്ടാന അച്ഛൻ ഇനി ഇല്ല എന്നൊരു മറുപടിയാണ് മകൻ ഓടി വന്ന് പറയുന്നത്. അതായത് കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം. അതായത് ഇവർ 3 പേരും ഇവിടെ കാട്ടിനുള്ളിലേക്ക് പോയി. ലിജോയ്ക്കും പ്രക്ഷോഭം രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ ഈ പ്രഭാകരന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പ്രഭാകരൻ ആനയുടെ മുമ്പിൽ അകപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ആന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതാണ്. സംഭവം നടന്നത് ഉൾവനത്തിൽ വെച്ചാണ്. അത് ഏകദേശം 5-6 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾ സ്ഥിരമായി ഇത്തരത്തിൽ ചീനിക്ക പെറുക്കുന്നതിനായി കാട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഇത് ആദ്യമായിട്ടാണ് എന്നുള്ള കാര്യമാണ് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ അവർ പറയുന്നത്. അതിൻ്റെ ഒരു ഞെട്ടലും വേദനയിലും ഒക്കെ തന്നെയാണ് അവരുള്ളത്. പക്ഷേ ഇത് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം കൂടിയാണ്. പക്ഷേ എന്തായാലും വനത്തിനുള്ളിൽ വെച്ചാണ് ഉണ്ടായത്. ഇവർ സ്വാഭാവികമായും ഇവരുടെ ഇതൊക്കെ പെറുക്കിയാണ് ഇവർ ജീവിക്കുന്നത്. ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ ആക്രമണം ഒരിക്കലും പ്രതീക്ഷയില്ല. അതായത് ഇവർ കണ്ടില്ല എന്നുള്ളതാണ്. ആനയെ ഇത്ര അടുത്തെത്തിയിട്ടും ആനയെ കണ്ടില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ആന വന്ന ആക്രമണം നടത്തുകയായിരുന്നു എന്നിവർ പറയുന്നു. എന്തായാലും മൃതദേഹം എടുക്കുന്നതിന് എവിടുന്ന് കൊണ്ടുവരുന്നതിനായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം വനത്തിനുള്ളിലേക്ക് പോയിട്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. സൈഫു.